എൻ്റെ പൊന്നാ 2 ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. നമുക്കൊന്ന് കാണണ്ടേ. ChatGPTയോടാണ് ചോദിച്ചേക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, വി ഡി സവർക്കർ എത്ര തവണ ബ്രിട്ടീഷ് സർക്കാരിന് മാപ്പപേക്ഷ കൊടുത്തു? വിശദമായിട്ട് എത്ര എണ്ണം കൊടുത്തു എന്നറിയാൻ ChatGPT എന്നോട് വീണ്ടും ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കത് വേണ്ട എങ്കിലും വിശദമായിട്ട് തന്നിട്ടുള്ളൂ, നിങ്ങൾ എന്നെ കണ്ടോളി. എത്ര പ്രാവശ്യം വി ഡി സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ കൊടുത്തു? ലഭ്യമായ വിവരങ്ങൾ 1911, 13, 14, 17, 18, 20 മാർച്ച് 30 ആണ് വിശദമായ ഹർജികൾ കൊടുക്കുന്നത്. 6 തവണയാണ് കൊടുത്തേക്കുന്നതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുകൊണ്ട് 6 മേഴ്സി പെറ്റീഷൻ എന്ന കണക്കാണ് പല ചരിത്ര സോഴ്സുകളിൽ കാണുന്നത്. ചില വിവരം വേണമെന്ന് ചോദിച്ചു, നമുക്ക് കാണണ്ടേ വേണ്ടേ എന്ന് പറഞ്ഞു. എന്നിട്ടും ChatGPT വിട്ടില്ല. അതെ, കാണുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവർ പറയുന്നത് പ്രകാരം ഹർജിയിൽ യഥാർത്ഥ വാക്കുകൾ നോക്കി നമുക്ക് തന്നെ വിലയിരുത്താം. 1913 നവംബർ 14 ഹർജിയുടെ പകർപ്പ് സവർക്കർ പ്രസിദ്ധീകരിച്ചു. ഉദാഹരണത്തിന് 1913 ഹർജി സവർക്കർ എഴുതുന്നു: If the government in their manifold beneficence and mercy release me, I shall be the stoutest advocate of the government. മലയാളത്തിൽ കേട്ടോളി. സർക്കാർ എന്നെ മോചിപ്പിച്ചാൽ ഭരണഘടനാപരമായ പുരോഗതിയുടെയും ഇംഗ്ലീഷ് സർക്കാരിനോടുള്ള വിശ്വാസ്യതയുടെയും ശക്തമായ വക്താവായിരിക്കും ഞാൻ എന്ന്. അതേ ഹർജിയിൽ അദ്ദേഹം ഐ ആം റെഡി ടു സെർവ് ദ ഗവൺമെൻറ് ഇൻ എനി കപ്പാസിറ്റി ദേ ലൈക്ക് എന്ന് എഴുതുന്നുണ്ട്. സർക്കാരിന് ഇഷ്ടമുള്ള ഏത് വിധത്തിലും സേവനം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നർത്ഥം. ഇംഗ്ലീഷ് സർക്കാരിന്. ഇവിടെ ഒരു പ്രധാന കാര്യം കൂടി, ഇത് ഒരു യഥാർത്ഥ രേഖയാണ്. അതിൻ്റെ പകർപ്പ് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിലുള്ളതായി ലോക്സഭ രേഖ വ്യക്തമാക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ 1911, 13, 14, 17, 20 എന്നീ ഹർജികൾ ഓരോന്നും തീയതി പ്ലസ് യഥാർത്ഥ ഇംഗ്ലീഷ് വാചകം ലളിതമായ മലയാളം അർത്ഥം പട്ടികയായി കാണിച്ചു തരാൻ വേണോ?